മലബാറിലെ ക്രൈസ്തവ സഭയ്ക്ക് അത്താണിയും പ്രകാശഗോപുരവുമായി ഉയർന്നു നിൽക്കുന്ന കോഴിക്കോട് രൂപത. മലബാറിന്റെ മണ്ണിൽ വിശ്വാസത്തിന്റെ നാളം കത്തിജ്വലിപ്പിക്കുവാൻ വിദേശ മിഷണറിമാരുടെ ധീരോജ്വലമായ ജീവിത സാക്ഷ്യം കോഴിക്കോട് രൂപതയുടെ ആവിർഭാവത്തിന് കാരണമായി. മംഗലാപുരം, പോണ്ടിച്ചേരി, മൈസൂർ എന്നീ രൂപതകളുടെ കീഴിലായിരുന്ന ഈ പ്രദേശം അതാത് രൂപതകളിൽ നിന്ന് വേർപെടുത്തി 1923 പയസ് പാപ്പ ഇന്ത്യയിലെ 25ാമത് രൂപതയായി കോഴിക്കോട് രൂപതയെ സ്ഥാപിച്ചു. 102 വർഷങ്ങൾക്ക് ശേഷം അതിരൂപതയായി ഉയർത്തപ്പെട്ടതിന്റെ ആഘോഷം ഇന്ന് നടക്കുമ്പോൾ വിശ്വാസികളുടെ ഹൃദയം ദൈവത്തോടുള്ള നന്ദിയാൽ നിറയുകയാണ്. അന്നു മുതൽ ഇന്നുവരെ കേരള സഭയ്ക്കും ആഗോള സഭയ്ക്കും അഭിമാനകരമായ വിധം വ്യത്യസ്ത മേഖലകളിൽ നിസ്തുലമായ സേവനം കാഴ്ചവെച്ച് കോഴിക്കോട് രൂപത മുന്നേറുകയാണ്. വിദേശ മിഷണറിമാരായ ബിഷപ്പുമാരുടെ നേതൃത്വത്തിൽ വളർന്ന ഈ രൂപതയുടെ സാരഥ്യം 1980 തദ്ദേശീയ മെത്രാനായി റവറൻഡ് ഡോക്ടർ മാക്സ്വെൽ നെറോണ ഏറ്റെടുത്തു. 2002 റവറൻഡ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ഈ രൂപതയുടെ 5ാമത്തെ ബിഷപ്പായി. 2012 ജൂൺ 10 ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ രൂപതയുടെ സാരഥിയായി. കോഴിക്കോട് രൂപതയെ ശതാബ്ദി വർഷത്തിലേക്ക് നയിച്ച ഇടയനെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട പ്രവർത്തനങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തും അജപാലന മേഖലകളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ആതുര ശുശ്രൂഷാ വേദികളിലും അതുല്യമായ നേട്ടങ്ങൾ കൈവരിക്കാൻ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ രൂപതയ്ക്ക് സാധിച്ചു. വരാപ്പുഴ അതിരൂപതയുടെ കീഴിലായിരുന്ന കണ്ണൂർ, സുൽത്താൻപേട്ട്, കോഴിക്കോട് രൂപതകളെ കൂട്ടിയിണക്കി അതിരൂപതയായി ഫ്രാൻസിസ് പാപ്പ പ്രഖ്യാപിച്ചപ്പോൾ ആദ്യത്തെ മെത്രാപ്പോലിത്തയായി അഭിവന്ദ്യ വർഗീസ് ചക്കാലക്കൽ പിതാവിനെ ഉയർത്തി. 1953 ഫെബ്രുവരി 7 തൃശൂർ ജില്ലയിലെ മാലപ്പള്ളിപ്പുറത്ത് ജനിച്ച അഭിവന്ദ്യ പിതാവ് പ്രാഥമിക വിദ്യാഭ്യാസവും ഹൈസ്കൂൾ വിദ്യാഭ്യാസവും പൂർത്തിയാക്കി മംഗലാപുരം സെമിനാരിയിൽ ചേർന്നു. 1981 വൈദികനായി അഭിഷേകം ചെയ്യപ്പെട്ടു. ഇടവക വൈദികനായും സെമിനാരി പ്രൊഫസറായും സേവനമനുഷ്ഠിച്ച ഇദ്ദേഹം 1998 ബിഷപ്പായി ഉയർത്തപ്പെട്ടു. 1999 കണ്ണൂർ രൂപതയുടെ സാരഥ്യം ഏറ്റെടുത്ത ഇദ്ദേഹം വിവിധ സഭാ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. ഇന്ന് ആർച്ച് ബിഷപ്പായി സ്ഥാനാരോഹണം നടത്തുന്ന അഭിവന്ദ്യ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പിതാവിന് 1000 ആശംസകൾ നേരാം. ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. കേരള സമൂഹത്തിനായി കഴിഞ്ഞ 102 വർഷങ്ങൾ സഭയ്ക്കും സമൂഹത്തിനുമായി അതുല്യ സംഭാവനകൾ നൽകി കോഴിക്കോട് അതിരൂപത അനേകർക്ക് ദൈവസ്നേഹത്തിന്റെ കെടാവിളക്കായി ശോഭിക്കട്ടെ. അതിന് നേതൃത്വം നൽകുന്ന ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പിതാവിന് ദൈവാനുഗ്രഹത്തിന്റെ സമൃദ്ധി ലഭിക്കട്ടെ. പ്രാർത്ഥനയിൽ നമുക്കൊന്നു ചേരാം. ദൈവസന്നിധിയിൽ നന്ദി അർപ്പിക്കാം.